വഖഫ് ഭേദഗതി ബിൽ വന്നാലും മുൻപംകാർക്ക് അത് പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറയുന്നത്. കാരണം വഖഫ് ഭൂമി അല്ല എന്നുള്ളത് വീണ്ടും വി.ഡി. സതീശൻ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ വീണ്ടും അവിടെ ഇപ്പം മുന്നേറി നിൽക്കുന്നത് BJPക്കാണ് അവിടുത്തെ ജനങ്ങളുടെ കയ്യടി കിട്ടിയിരിക്കുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വി.ഡി. സതീശനും മറ്റുമൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് കണ്ടത്? അതായത് 3 ഇടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വഖഫ് പ്രശ്നം മുനമ്പത്തെ അത് കത്തിക്കേറി നിന്നതാണ്. അന്ന് ഇവരൊക്കെ എന്താണ് അവിടെ പോയി പറഞ്ഞത്? എന്നിട്ട് ഈ വിജയിച്ചു പോയ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? പാർലമെൻറ്റിൽ ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കാനായിട്ട് കഴിഞ്ഞു? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അനുകൂലിച്ചു കഴിഞ്ഞാൽ BJP സർക്കാരിനോട് നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് അകന്നു നിൽക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ഒരു തീരുമാനമാണെന്നുള്ളതാണ്. അതുകൊണ്ടെന്തോ വൻ തിരിച്ചടി കോൺഗ്രസ്സിന് കിട്ടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സിന് ഈ ക്രൈസ്തവ വിഭാഗം മുഴുവൻ കോൺഗ്രസ്സിൽ നിന്ന് അകലും എന്നുള്ളത് ഉറപ്പാണ്. സാധാരണ ഗതിയിൽ ഈ ക്രൈസ്തവരൊക്കെ എപ്പോഴും ഈ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നവരാണ്. ഏത് കാലത്തും അങ്ങനെ മാത്രമേ നിന്നിട്ടുള്ളൂ. അവർക്കൊന്നും ഒരിക്കലും CPMകാരോ മറ്റേതെങ്കിലും പാർട്ടിയോ ആകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഏറെക്കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ഒരു മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതി നിൽക്കുകയാണ്. അത് നിൽക്കത്തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ വഖഫ് വിഷയത്തിലും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇവരുടെ കള്ളി മുഴുവൻ പൊളിച്ചടുക്കി ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ രണ്ടുപേരും സഭയ്ക്കകത്ത്, സഭയ്ക്ക് പുറത്ത് ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഈ വിഷയം കൃത്യമായിട്ട് മുനമ്പത്തുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും കേരളത്തിലെ ബിഷപ്പ് ഹൗസുകളിലൊക്കെ ചെന്ന് മെത്രാന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതെ, ഈ സർ പറഞ്ഞതുപോലെ വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയിരുന്നത് മുസ്ലിം വിഭാഗം തന്നെയാണ്. നമ്മൾ തന്നെ കണ്ടു ഇന്നലെ പല മാധ്യമങ്ങളിലൂടെയും. അതായത് ഈ സംസ്ഥാനം ഒഴിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ മോദി ജി കി ജയ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ ആഘോഷങ്ങളിലൂടെയാണ് ഈ ഒരു ബില്ലിനെ അവർ സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ ഈ ഒരു ഭേദഗതി ബില്ല് വരുമ്പോൾ അതിനകത്ത് പല ക്ലോസുകളും അല്ലെങ്കിൽ പല സെഷൻസും ചിലതൊക്കെ എടുത്തു മാറ്റുമ്പോഴും ചിലത് ഉൾപ്പെടുത്തുമ്പോഴും വലിയ ഒരു ആവേശം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം ഈ ഭേദഗതി ബില്ലിൽ തന്നെ പറയുന്നുണ്ട്, വാക്കാലെ പറയുന്നത് പാടില്ല, എഴുത്തിലൂടെ തന്നെ, അതായത് നമ്മൾ ഒരു വഖഫ് ഭൂമിയാണെന്നുള്ളത് എഴുത്തിലൂടെ ഡോക്യുമെന്റ്സിലൂടെ തന്നെ പാസ്സാക്കണം. രണ്ടാമത് ഇതിലൊരു വിശ്വാസിയായിരിക്കണം, അല്ലെങ്കിൽ അതായത് ഈ ഒരു മുസ്ലിം വിശ്വാസിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിക്ക് മാത്രമേ ഒരു വഖഫായിട്ട് ഭൂമി തൻ്റെ ഭൂമി നൽകാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ നേരത്തെയുള്ള നിയമം അനുസരിച്ച് വഖഫ് ഭൂമി ഒരു ജനറേഷൻ കൈമാറാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വിധവകളോ അത്തരത്തിലുള്ള, അതായത് ഇപ്പം ഞാൻ വഖഫ് ഭൂമിയായിട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള എൻ്റെ ഒരു ജനറേഷന് മാത്രമേ, അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്കോ ഒക്കെ മാത്രമേ അതിൻ്റെ പ്രൈവറ്റ് വഖഫ് ഭൂമി എന്നുള്ളതുണ്ട്. അപ്പോൾ അത് എൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ളവർക്ക് മാത്രമേ കിട്ടൂ. പക്ഷേ പിന്നീടുള്ള തലമുറകൾക്ക് കിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭേദഗതി വരുമ്പോൾ പിന്നീടുള്ള പിന്മുറ തലമുറകൾക്ക്, വിധവകളോ അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും വിഭാഗം ഉള്ളവർക്ക് ഈ ഒരു വഖഫായിട്ട് കൊടുത്തേക്കുന്ന ഭൂമിയിൽ പ്രൈവറ്റ് വഖഫ് ഭൂമിയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഭേദഗതി ബില്ലിനുണ്ട്. അത് ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ഈ വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. എറണാകുളത്ത് ഇത്തരത്തിലുള്ളൊരു സഹോദരി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേരേതാണെന്നുള്ള എനിക്ക് ഓർമ്മ കിട്ടുക, ഈ ഒരു വഖഫ് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് അവർ കുറേ നാളുകളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വഖഫ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ
ഏറ്റവും കൂടുതൽ ഭൂമി കയ്യിലുള്ളത്, എത്രയോ കോടിയുടെ ഭൂമി കയ്യിലുള്ള മൂന്നാമത്തെ വിഭാഗം ഈ വഖഫ് ബോർഡ് തന്നെയാണ്. കാരണം എത്രയോ ലക്ഷം, എത്രയാണെന്നുള്ള എനിക്ക് കിട്ടുന്നില്ല, 1.something ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് വഖഫ് ബോർഡിനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭേദഗതി വരുവാണെങ്കിൽ ഒരു മാഫിയ, അതായത് ഈ മുസ്ലിം വിഭാഗങ്ങളെ തന്നെ ചൂഷണം ചെയ്യുന്ന പലതിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ തന്നെ ഇതിപ്പോൾ വി ഡി സതീശൻ പറയുന്നത് അത് വഖഫ് ഭൂമി അല്ല, ഫറൂഖ് കോളേജിന് ഇവർ തന്നെ കാശ് കൊടുത്തതായിട്ടൊക്കെ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡുമാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ വി ഡി സതീശൻ പറയുമ്പോൾ വഖഫ് ഭേദഗതിയായിട്ട് വരുന്ന പുതിയ നിയമങ്ങൾ അല്ലെ പുതിയ കാര്യങ്ങൾ എത്രമാത്രം മുനമ്പംകാർക്ക് പ്രയോജനപ്പെടും എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ എന്നിരുന്നാലും വഖഫ് തീരുമാനിച്ചത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് പക്ഷേ ആ ഒരു ക്ലോസ്, അതായത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഭേദഗതി ബില്ല് വരുമ്പോൾ വഖഫ് ഭൂമി അല്ലാത്തവർക്ക് അത് തിരിച്ചു കൊടുക്കണം, അല്ല വഖഫ് ഭൂമി അല്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് തിരിച്ച് ജനങ്ങൾക്ക് തന്നെ തിരികെ കിട്ടും എന്നുള്ളൊരു ആ ഒരു ഒറ്റ ഇതിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിപ്പോൾ വി ഡി സതീശൻ ഇനി മറുകണ്ഠം ജലീൽ സാറ് പറഞ്ഞതുപോലെ അവരുടെ നിലനിൽപ്പിനുള്ള ഒരു ഇരട്ടത്താപ്പ് മറുകണ്ഠം ചാടുകയായിരിക്കാം അല്ലേ? അല്ല, ഇതിനകത്ത് അവരെന്താ തീർച്ചപ്പെടുത്തിയിരുന്നത്, നേരത്തെ ഇവരോടൊപ്പം നിന്നിട്ട് അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് അങ്ങനെ നിന്നത്. പിന്നീട് വന്നപ്പോൾ ഇവരെന്താ ഇത് പാർലമെൻറ്റിൽ എന്തുകൊണ്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ് ഇവർ കളിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടാകുകയാണ്. കേരളത്തിൽ ഇവർക്ക് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാകും ഈ ഒരൊറ്റ ബില്ലിലൂടെ തന്നെ. കാരണം ക്രൈസ്തവർ മുഴുവൻ ഒന്നടങ്കം കോൺഗ്രസിൽ നിന്ന് UDFിൽ നിന്ന് അകലുന്ന ഒരു രംഗമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അത് ആർക്കനുകൂലമായിട്ട് മാറുന്നു ക്രൈസ്തവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BJPക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. കാരണം ഈ വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ളതിൻ്റെ ഒരു ക്രെഡിറ്റ് അവരിലേക്ക് വരികയാണ്. പിന്നെ ഇതിനിടയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മുഴുവൻ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്നത് ഷോൺ ജോർജാണ്. അപ്പോൾ ഷോൺ ജോർജിൻ്റെ കൃത്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ കൃത്യം വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ ഷോൺ നിർവഹിക്കുകയും ചെയ്തു. അവരുടെ അടുക്കൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ ഈ ബില്ലിന് അനുകൂലരാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഈ വഖഫ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അത് ദൂരവ്യാപകമായ കുഴപ്പങ്ങളിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ വിഭാഗം ഇവരോടൊപ്പം തന്നെ വി ഡി സതീശൻ പറഞ്ഞ അതേ ക്ലോസ് അതേ കാര്യങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിൽ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വി ഡി സതീശൻ ഇത് എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞ സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഈ ഭേദഗതി ബില്ല് കൊണ്ട് യാതൊന്നും ഉണ്ടാവില്ല എന്ന് സത്യം പറഞ്ഞാൽ അത് അവിടെ മുനമ്പംകാരെ പിന്നെയും ഒരു സംശയത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണ് ഇന്ന് വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തെ എതിർക്കണമല്ലോ. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു തീരുമാനത്തെ എതിർക്കുക എന്നുള്ള ഒപ്പം സംസ്ഥാന സർക്കാരിനെ എതിർക്കുക. കാരണം ഈ രണ്ടും എതിർക്കണം, എന്നാൽ മുനമ്പംകാരോട് നിൽക്കുകയും വേണം, എന്നാൽ നിൽക്കാതിരിക്കുകയും വേണം. മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് മുനമ്പത്തുകാർക്ക് തന്നെ, പക്ഷെ മുനമ്പത്തുകാർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. സാധാരണ ഈ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് അവർക്കറിയാം. അവർ അതുകൊണ്ട് തന്നെ ഇത് ആരിലൂടെയാണ് ഇപ്പം ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേട്ടമുണ്ടാകും, ആരാണ് ചെയ്തത് എന്നുള്ളതും വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരെ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു, ഇരു കക്ഷികളോടും UDFിനോടും LDFിനോടും പറഞ്ഞിരുന്നു കേന്ദ്രത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്ന് വരെ മുനമ്പം ജനത മാത്രമല്ല ഇത്തരത്തിൽ ബിഷപ്പ് അങ്ങനെയുള്ളവരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ സഭയിൽ ഒരു കൂട്ടക്കുരുതി എന്നുള്ള ആക്രോശമാണ്. പക്ഷേ നമ്മുടെ സുരേഷ് ഗോപി മാത്രമാണ് ഈ ഒരു പിന്തുണ അറിയിച്ച് ഇതിനു വേണ്ടി കൃത്യമായ രീതിയിൽ അവിടെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വലിയൊരു ആഘോഷമായിരുന്നു മുനമ്പത്ത് ഇന്നലെ. അവർ വലിയ സ്വീകാര്യതയാണ് ഇപ്പം BJP അതായത് സുരേഷ് ഗോപിയെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇനി മാത്രമല്ല BJPക്ക് മാത്രമേ തങ്ങൾ വോട്ട് കൊടുക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവർ പോയിരിക്കുന്നത്. എന്തായാലും മുനമ്പം വിഷയം ഒരു പരിസമാപ്തി ആകട്ടെ, എത്രയും വേഗം അതിനൊരു തീരുമാനമാകട്ടെ എന്ന് നമുക്കും ആശിക്കാം.